ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സീസൺ എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് സീസൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീസൺ, ഓരോ സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമുക്ക് ചുറ്റോറും സംഭവിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് സീസൺ എന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സീസൺ. സീസൺ എന്ന് പറയുന്നത് സണ്ണിൻ്റെ മൂവ്മെൻറ്റിലുള്ള ഷിഫ്റ്റ്, അല്ലെങ്കിൽ സണ്ണിൻ്റെ ആ പ്ലേസിൽ നിന്നുള്ള ഷിഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സണ്ണിൻ്റെ മൂവ്മെൻറ്റിലുള്ള ഷിഫ്റ്റ് മൂലമാണ് നമുക്ക് ഭൂമിയിൽ സീസൺ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതായത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഭൂമിയിലോട്ട് ലഭിക്കുന്ന സോളാർ എനർജി ഉണ്ട്, അതിൽ വരുന്ന ഡിഫറൻസസ് ഈ സീസണിന് കാരണമാകും. നമ്മുടെ ഭൂമിയിലോട്ട് ലഭിക്കുന്ന സോളാർ എനർജി എന്തിന് കാരണമാകുന്നു? നമ്മുടെ ഭൂമിയിൽ സീസൺ സംഭവിക്കാനായിട്ട് കാരണമാകുകയാണ്. അപ്പോൾ സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റിലുള്ള ഷിഫ്റ്റാണ് നമ്മുടെ ഭൂമിയിൽ സീസൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീസൺ എന്താണെന്ന് പഠിക്കാം. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 4 ടൈപ്സ് ഓഫ് സീസണാണ്. 4 തരം സീസണാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, വിൻ്റർ സീസൺ, ഓട്ടം സീസൺ, ഇങ്ങനെയുള്ള 4 സീസണാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്തായിരിക്കും സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്? സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് പുതിയ ഇലകളൊക്കെ മുളയ്ക്കുന്ന സമയം എന്ന് പറയാം, അതുപോലെ തന്നെ പുതിയ പഴങ്ങളൊക്കെ കായ്ക്കുന്ന സമയം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പ്രിംഗ് സീസണിൻ്റെ മെയിനായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അതായത് പ്ലാന്റ്സ് ഒക്കെ ബ്ലൂം ചെയ്യും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടും ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ടൈം എന്ന് പറയുന്നത് ലെങ്തിയർ ആയിരിക്കും. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പകൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും, നല്ല ചൂടുള്ള സമയമായിരിക്കും സമ്മർ സീസൺ എന്ന് പറയുന്നത്. നമുക്ക് സമ്മർ വെക്കേഷനൊക്കെ കിട്ടുന്ന സമയം, അതാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. നല്ല ചൂടുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ ഡേയുടെ ലെങ്ത്തും കൂടുതലായിരിക്കും എവിടെ? സമ്മർ സീസണിൽ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. വിൻ്റർ സീസൺ നമുക്കറിയാം, സമ്മർ സീസൺ കഴിഞ്ഞ് വരുന്ന ഒരു തണുപ്പ് കാലാവസ്ഥ, ഡിസംബറിലൊക്കെ വരുന്ന ഒരു തണുപ്പ് കാലാവസ്ഥയാണ് എന്ന് പറയുന്നത് വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. നല്ല തണുപ്പുള്ള സമയമായിരിക്കും വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. അതിന് പിന്നാലെ പിറകിലോട്ടായിട്ട് വരുന്നതാണ്, അതിന് ഫോളോ ചെയ്ത് വരുന്നതാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് പുതിയ പ്ലാന്റ്സ് ഒക്കെ ബ്ലൂം ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ ഓട്ടം സീസൺ എന്ന് പറയുന്നത് ഈ ബ്ലൂം ചെയ്ത പ്ലാന്റ്സ് ഒക്കെ അതിങ്ങനെ പഴുത്ത് അത് കൊഴിഞ്ഞു പോകുന്ന, ഉണങ്ങി കൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഏതെന്ന് പറയുന്നത് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അതായത് നന്നായിട്ട് പച്ചപ്പ് നിറഞ്ഞു നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ അത് ഉണങ്ങി അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് മരക്കൊമ്പുകൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന ആ ഒരു സീസണാണ് നമ്മൾ എന്ത് പറയുന്നത് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇല കൊഴിയുന്ന ഒരു സമയമാണ് ഓട്ടം സീസണിൻ്റെ മെയിൻ പ്രത്യേകത, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് എന്താ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ആദ്യം ഒരു വിൻ്റർ സീസണിൽ ഒരു വ്യക്തി വീഡിയോ എടുക്കുന്നതാണ്. അതൊരു ത്രൂ ഔട്ട് ഇയറിലോട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ത്രൂ ഔട്ട് ഇയർ എങ്ങനെയായിരിക്കും സീസൺ എന്നാണ് കാണിക്കുന്നത്, എങ്ങനെയായിരിക്കും സീസൺ ചേഞ്ച് ചെയ്ത് വരുന്നതെന്നാണ്. ഇവിടെ വിൻ്റർ സീസണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വിൻ്റർ സീസണിൽ നമ്മൾ കാണുന്നത് നല്ല മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. പതിയെ 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 അതെന്താവുന്നു ഒരു സമ്മർ സീസണിലോട്ട് വരുന്നു. സമ്മർ സീസണിലോട്ട് വന്നിട്ട് എന്തായിരിക്കാം മഞ്ഞ കുരുകി പോകുന്നതിന് ശേഷം ഒരു സ്പ്രിംഗ് സീസണിലോട്ട് വരുന്നു. സ്പ്രിംഗ് സീസണിലോട്ട് വന്നിട്ട് മരങ്ങളൊക്കെയും നന്നായി തളിർക്കുന്നു, നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം ആവുകയാണ് ചെയ്യുന്നത്. പതിയെ പതിയെ ഓട്ടം സീസൺ വരുന്നു. ഓട്ടം സീസൺ വരുമ്പോൾ എന്തായിരുന്നു ഇലകളൊക്കെ ഉണങ്ങി കൊഴിഞ്ഞു പോയിട്ട് മരത്തിൻ്റെ ബ്രാഞ്ചസ് മാത്രമായിട്ട് അവിടെ ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ തന്നെ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും, ഒരു നമ്മുടെ സീസൺസിൻ്റെ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇതിൽ കൂടെ കാണാനായിട്ട് സാധിക്കും.